Hello friends, welcome back to Babu's World. നിങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്ന രണ്ട് ആക്ഷൻസ് ആണ് കോപ്പി പേസ്റ്റ് എന്നുള്ളത്. ഇപ്പൊ കോപ്പി പേസ്റ്റ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ സിയും കൺട്രോൾ വിയും. ഇപ്പൊ കൺട്രോൾ സി കൺട്രോൾ വി വെച്ചിട്ട് എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ കോപ്പി ചെയ്യേണ്ട ഡാറ്റ സെലക്ട് ചെയ്തു. എന്നിട്ട് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്തു. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇത് വരുന്നത്, നമ്മൾ കോപ്പി ചെയ്യുന്ന ഫുൾ കണ്ടന്റ്, അതിന്റെ ഇൻക്ലൂഡിങ് ഫോർമാറ്റ്, ഫോർമുല, അതിന്റെ കമന്റ്, ഇതെല്ലാം കൂടെയാണ് കോപ്പി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വാല്യൂ മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇതിൽ വാല്യൂ മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യുന്ന 8 മെത്തേഡുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് കോപ്പി ചെയ്യേണ്ട മാറ്റർ സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യുക, കൺട്രോൾ സി. എന്നിട്ട് ഇവിടെ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ 1 2 3 പേസ്റ്റ് ഓപ്ഷന്റെ അണ്ടറിലുള്ള 1 2 3 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിൽ വാല്യൂ മാത്രമായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ മെത്തേഡ്, നിങ്ങൾക്ക് പേസ്റ്റ് സ്പെഷ്യലിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റിലെ ഷോർട്ട് കട്ടാണ് ഓൾട്ട് കൺട്രോൾ വി. ഇവിടെ പേസ്റ്റ് സ്പെഷ്യലിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നിന്നും വാല്യൂസ് സെലക്ട് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീബോർഡിലെ വി പ്രസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ സെലക്ട് ആവും. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെയും പേസ്റ്റ് ആയിട്ടുണ്ട്, വാല്യൂ മാത്രം പേസ്റ്റ് ആയി. ഇനി രണ്ടാമത്തെ ഷോർട്ട് കട്ടാണ് കോപ്പി എടുക്കുക, ഓൾട്ട് ഇ എസ്. ഇപ്പോഴും പേസ്റ്റ് സ്പെഷ്യലിന്റെ വിൻഡോ ഓപ്പൺ ആയി. ഇതൊന്നും വാല്യൂ സെലക്ട് ചെയ്യുക, ഓക്കെ. ഇത് മൂന്നാമത്തെ മെത്തേഡ്. ഈ നാലാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോം ടാബിൽ നിന്ന് എന്ത് ചെയ്യാം, ഇത് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എവിടെയാണോ പേസ്റ്റ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഹോം ടാബ്. ഇവിടെ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബട്ടൺ ഉണ്ട്. ഈ ബട്ടന്റെ അണ്ടറിൽ ഇവിടെ 1 2 3 ഉണ്ട്. ഇത് നമുക്കിപ്പോ 4 മെത്തേഡായി. ഇനി അഞ്ചാമത്തെ മെത്തേഡിൽ ഹോം ടാബിൽ തന്നെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ നോക്കാം. പേസ്റ്റ് ചെയ്യേണ്ട ഇവിടെ വെച്ചു. ഹോം ടാബിന്റെ ഷോർട്ട് കട്ട് ആണ് നിങ്ങൾക്കറിയാം. ഓൾട്ട് പ്രസ് ചെയ്താൽ എല്ലാ ഷോർട്ട് കട്ടും കാണിക്കും. അതിൽ ഹോം ടാബിന്റെ ഷോർട്ട് കട്ടാണ് എച്ച്. അപ്പൊ എച്ച് പ്രസ് ചെയ്യാം. ഇനി അതിൽ പേസ്റ്റിന്റെ ഷോർട്ട് കട്ടാണ് വി എന്നുള്ളത്. വി പ്രസ് ചെയ്യാം. അഗെയിൻ വി പ്രസ് ചെയ്യാം. പേസ്റ്റ് വാല്യൂയുടെ ഷോർട്ട് കട്ടാണ് വി. ഇവിടെ വാല്യൂ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മൗസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ അതിൽ കോപ്പി എടുക്കേണ്ട, വേണ്ട റേഞ്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ബോർഡറിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ 4 ആരോ മാർക്കുള്ള ഐക്കൺ വരുന്ന സമയത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് ബട്ടൺ റിലീസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായി അവിടെ ഒരു മെനു അപ്പിയർ ചെയ്യും. അതിൽ കോപ്പി ഹിയർ ആസ് വാല്യൂ ഓൺലി സെലക്ട് ചെയ്യാം. ഇതിൽ 6 മെത്തേഡ് ആയിപ്പം. ഇനി ഏഴാമത്തെ മെത്തേഡ്, നിങ്ങൾ കോപ്പി എടുത്തു, സാധാ പേസ്റ്റ് ചെയ്യുന്ന പോലെ കൺട്രോൾ വി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടോ ഏതെങ്കിലും പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി വെച്ച് പേസ്റ്റ് ചെയ്തു. ഇനി ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തൊന്നും ക്ലിക്ക് ചെയ്യണ്ട. ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തെ ഒരു ബട്ടൺ വരുന്നുണ്ട് കൺട്രോൾ എന്നുള്ളത്. ഈ കൺട്രോൾ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1 2 3 സെലക്ട് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പേസ്റ്റ് വാല്യൂ മാത്രമായിട്ട് പേസ്റ്റ് ആവും. ഇനി ലാസ്റ്റിലെ മെത്തേഡാണ് ക്വിക്ക് ആക്സസ് ബാർ. അപ്പോൾ അതിലേക്ക് ഷോർട്ട് കട്ട്, ഇവിടെ ക്വിക്ക് ആക്സസ് ബാറിൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ആ മെനു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മോർ കമാൻഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് ഓൾ കമാൻഡ് സെലക്ട് ചെയ്യാം. ഇപ്പൊ പേസ്റ്റ് വാല്യൂ അല്ല വേണ്ട, അപ്പൊ അത് ആൽഫബറ്റിക് ഓർഡറിലാണ്. നമ്മൾ പി പ്രസ് ചെയ്യാം. പിയുടെ അവിടെ എത്തി. ഇനി അതൊന്ന് സെർച്ച് ചെയ്യാം. പേസ്റ്റ് വാല്യൂ എവിടെയാണുള്ളതെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. പേസ്റ്റ് വാല്യൂ ആഡ് ചെയ്തു, ഓക്കെ. ഇവിടെ പേസ്റ്റ് വാല്യൂ ഈ 1 2 3 എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ വാല്യൂ ഇവിടെ കിട്ടും. പിന്നെ എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ക്വിക്ക് ആക്സസ് ബാറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് ഷോർട്ട് കട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഈ ക്വിക്ക് ആക്സസ് ബാറും നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം. അതിൽ ഓൾട്ട് പ്രസ് ചെയ്യാം. ഓൾറെഡി ഇവിടെ മേളിൽ കാണിക്കുന്നുണ്ട് 1 2 3 4 5 6 7 വെച്ചാൽ ക്വിക്ക് ആക്സസ് ബാറിൽ എത്രാമത്തെ
മെനു ആണോ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രാമത്തെ പൊസിഷനിലാണോ നിങ്ങൾ ആഡ് ചെയ്തത്, ആ നമ്പർ ആയിരിക്കും. ഇവിടെ 7th പൊസിഷനിലാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ 7 പ്രസ് ചെയ്താൽ നമുക്കത് പേസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് വാല്യൂ ഡിഫറെൻ്റ് ആയിട്ടുള്ള 8 മെത്തേഡുകളിലൂടെ എങ്ങനെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.